പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അമ്മ വന്നതിന് ശേഷം അമ്മയോട് നമ്മുടെ വീട്ടിലെ ഒരു പ്രധാന ഒരാളുണ്ടല്ലോ, ആൾക്ക് പറയാനുള്ള വിശേഷങ്ങളും പിന്നെ അമ്മയും ഞാനും കൂടെ ഞങ്ങൾ ഇന്നൊരു ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയും കൂടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കാത്തിരിക്കുമായിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, എനിക്ക് രാവിലെ അടുക്കളയുടെ അവിടെ ഒന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ തോന്നി അവിടെ കുറച്ച് കപ്പ നട്ടാലെന്താന്ന്. കാര്യം ഇനിയിപ്പം നല്ല വേനൽക്കാലമല്ലേ, അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങും. അപ്പം നമ്മൾ ഈ അടുക്കള പാത്രം കഴുകുന്ന വെള്ളം, അരി കഴുകുന്ന വെള്ളം, പിന്നെ പച്ചക്കറികളൊക്കെ കഴുകുന്ന വെള്ളം, ആ വെള്ളമൊക്കെ വെറുതെ കളയുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ അത് ഉപയോഗപ്രദമാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അമ്മ എന്തായാലും കമ്പ് നടും, അതങ്ങ് പടിഞ്ഞാറെങ്ങാനും കൊണ്ടുപോയി നട്ട് പിന്നെ അമ്മ ഇവിടുന്ന് വെള്ളം ചുമ്മി കൊണ്ടൊഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാൽ ഇവിടെ തന്നെ നടാം എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയും കൂടെ വന്നിട്ട് നടാമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ കപ്പ നടുന്നു. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ കണ്ണൻകുട്ടൻ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഏത് ജോലി ചെയ്യാൻ തുടങ്ങിയാലും നമ്മുടെ ആളും കൂടെ വരും കണ്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതേ. അപ്പം ഞാനൊരു ചെറിയ പണി അവന് കൊടുത്തതാണ്. ആ സൈക്കിൾ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ പുറയിലെ പെട്ടിക്കകത്ത് ഇതുപോലെ കപ്പക്കമ്പ് കൊണ്ടുവച്ചിട്ട് അതവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരാഴ്ചത്തെ വിശേഷം പറയുന്ന കണ്ണനും മുത്തശ്ശി കണ്ടോ. അമ്മ വന്ന പാടെ അമ്മയുടെ സീറ്റൊക്കെ അമ്മ റെഡിയാക്കി എടുത്തു. ഇവിടെയൊക്കെ കച്ചിയും പുല്ലും ഒക്കെ കിടന്ന് ഞാൻ കാണിച്ചതല്ലേ. അതെടുത്ത് കളഞ്ഞു. കുഞ്ഞു നേരെ അമ്പോറ്റി പോയി തൊഴുതേ. എങ്ങനെ അമ്പോറ്റി പോയി തൊഴുതത്? തൊഴുതോ. പിന്നെ ഹോട്ടലിൽ പോയി. അങ്ങനെയോ നോക്കണ്ട കൂടെ പോയത്. പറ എന്തൊക്കെയാണ് നമ്മൾ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞേ മുത്തശ്ശിയോടെ. ചേട്ടന് പറഞ്ഞേ. മേമ്മ, പിന്നെ അമ്മ പറഞ്ഞേ. ബിന്ദു പേരമ്മ, നന്ദു ചേട്ടന്, അപ്പു ചേട്ടന് എല്ലാരും കൂടെ പോയോ? പോയി തൊട്ട്. ആനയെ കണ്ടോ? ആനയെ കണ്ടോ? പിന്നെ ഹോട്ടലിൽ പോയോ? ഹോട്ടലിൽ ഒന്നും തന്നില്ലേ. ആനെ കൊണ്ടു. ആനയെ കണ്ടു, അമ്പൂറ്റിയെ തൊഴുതു, അപ്പുചേട്ടനും കൊണ്ടുപോയി. പിന്നെ എന്ന് പറഞ്ഞാൽ 8-10 ദിവസത്തെ കാര്യമില്ല, 10 ദിവസമായില്ലേ പോയിട്ട്. അത്രയും ദിവസത്തെ കഥ പറയണ്ടേ. അമ്മയുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ അവൻ ചോദിച്ചു മുത്തശ്ശി തന്നില്ലല്ലോ. പിന്നെ വേറെന്താ തിന്നെ? ചായ കുടിച്ചോ? കണ്ണൻ ചെങ്ങന്നൂരമ്പലത്തിൽ പോയപ്പോ അവിടെ വേറെ ആരുണ്ടായിരുന്നു? ശ്രീനാഥും ജയക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പുലിയൂര് അവരെ കണ്ടു അവിടെ. അപ്പൊ പേപ്പാന്ന് വാവ ഉണ്ടായിരുന്നു. എന്നോട് എന്നിട്ട് പറഞ്ഞു മേമ്മയാന്ന് ജയക്കുട്ടിയെ കാണിച്ചിട്ട്. ചേട്ടനുണ്ടായിരുന്നു, വാവ ഉണ്ടായിരുന്നു അല്ലേ. ശ്രീനാഥ് വേരപ്പന്, കുഞ്ഞാവ, പാനിപ്പൂരി തിന്നോ? പാനിപ്പൂരി പിന്നെ ഹോട്ടലിൽ കയറിയില്ലേ? ഹോട്ടലിൽ നിന്ന് എന്താ കഴിച്ചേ? മസാല ദോശ, പൊറോട്ട. അണ്ണൻ എന്താ കഴിച്ചേ? പൂരിയല്ലേ കഴിച്ചേ? അമ്മ ഉണ്ട്. പിടിക്കുന്നുണ്ട് എല്ലാം പിടിക്കുന്നുണ്ട്. കണ്ണന് വീഡിയോ എടുക്കണം, അതാ കണ്ണന് മുഖ്യം. നേഴ്സറി പോക്കണ്ടോ? ഇല്ല അവധിയാ? കണ്ണായി അംഗനവാടി പോകുന്നുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞില്ല. ഇല്ല, അമ്പതിൽ ആറാട്ടല്ലേ? ആറാട്ടം. ഇന്നലെ വിളക്ക് കത്തിക്കാൻ പോയി. വൈകിട്ട് കുട്ടമ്പേരമ്പലത്തിൽ പോയില്ലേ കണ്ണാ? വിളക്ക് കത്തിച്ചോ? വിളക്ക് കത്തിച്ചു. എവിടെ പോയി? നന്ദു ചേട്ടനെ ഉണ്ടായിരുന്നു, മാള് ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുണ്ടായിരുന്നു, ബിന്ദു പേരമ്മ, അമ്മ, അവരുടെ പേരമ്മ എല്ലാം. പിന്നില്ല, കൊച്ചനില്ലായിരുന്നു. വല്ലുച്ചേട്ടൻ ഉണ്ടായിരുന്നു. എന്തോ കുടിച്ചാ വരുന്ന വഴി? പോട്ടെ കണ്ണൻ കപ്പ നടാൻ കൊണ്ടുപോവാ. കപ്പ പോട്ടെ, വണ്ടി ഓടിക്കേ. പോട്ടെ. കപ്പ കർഷകൻ ഇത്തവണത്തെ കർഷകശ്രീ അവാർഡ് കണ്ണന. ഇങ്ങോട്ട് ഇവിടാ നിറണ്ടേ. ഇല്ല ഇറക്കാൻ. ഇങ്ങോട്ട് വാ. മെസ്സി കാണണ്ട. മെസ്സിയുടെ ഉടുപ്പ് വിട്ട് കപ്പ ഇടാൻ പോകുന്ന കണ്ണൻ. പോട്ടെ. ഇടത്തോട്ട് പോട്ടെ. ഇറക്കാനായില്ല. വരുമ്പോ പറയാം. അങ്ങോട്ട് പോട്ടെ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നീങ്ങ. അവിടെ നിർത്തിക്കോ, ഞാൻ എടുത്ത് വെച്ചോളാം.
ഇവിടെ അടുക്കി വെക്കാം. ഇനി ആദ്യം കൊണ്ടുവരാം. ഇനി ബാക്കി എടുക്കണം. ആദ്യം എടുക്കാൻ പോവാം. പോട്ടെ, വണ്ടി അങ്ങോട്ട് നീങ്ങ്. തള്ള വണ്ടിയെ തള്ള. വണ്ടി ആരെ ഈ വണ്ടി വഴി കൊണ്ടുവച്ചേ? അങ്ങോട്ട് പോ, പേരമ്മ വരാം. അവിടെ ഇടേണ്ടത് നേരത്തെ ഇട്ടെടുത്ത്. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ ഇവിടെ ഇവിടാന്ന്. ആ വാ, പോരട്ടെ. വളക്കേ. പോട്ടെ, നേരത്തെ ഇട്ട സ്ഥലം എവിടാന്ന് ഓർത്തേ. ഇവിടെ അല്ല, നേരത്തെ ഇട്ടടത്ത് പോ. നോക്കട്ടെ ഓർമ്മയുണ്ടോന്ന്. ഞാൻ പറഞ്ഞു തരത്തില്ലേ. ആ ഈ വണ്ടി വരെ ഇവിടെ കൊണ്ടുവച്ചേ. ആ പോട്ടെ, ഞാൻ ഓർക്കാതിരിക്കാൻ എന്തോ. പോട്ടെ പോട്ടെ, ആദ്യം എടുത്തോണ്ട് വരാം. ഇനിയുണ്ട്. എന്തോ കണ്ണാ പറഞ്ഞേ? എഗെയിൻ ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ, കേട്ടില്ല. എഗെയിൻ എല്ലാം പെറുക്കി മാറ്റുവാണോ? എല്ലാം പെറുക്കി മാറ്റിയിട്ട് ഇവിടെ ഇത്രയും സ്ഥലത്ത് കപ്പ നടണം. ഇവിടം തൊട്ട് അങ്ങോട്ട് അത്രയും ഭാഗം. അപ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കാം. അടുക്കളയിൽ നിന്ന് വെള്ളം ഒഴിക്കാമല്ലോ, അതിന് വേണ്ടിയാണ്. പാത്രം കഴുകുന്ന വെള്ളവും അരി കഴുകുന്ന വെള്ളവും പച്ചക്കറി കഴുകുന്ന വെള്ളവും ഒക്കെ ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ അതിനാദ്യം ഇത് മാറ്റണം. ഇതിനൊക്കെ അമ്മ വന്നാലേ പറ്റൂ. കണ്ടോ, അപ്പം ഞാനിവിടെ സഹായിക്കട്ടെ. അത് ഇനി അതിനടിയിലുണ്ടോ ഓട്? കിടന്ന ഓടെല്ലാം മാറ്റിയല്ലോ. അതുകൊണ്ട് അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റി തടിയെല്ലാം പറക്കി അവിടെ അടുക്കി വെച്ചു. ഇനി അവിടെ വൃത്തിയാക്കണം, കിളച്ച്. എന്നിട്ട് നമുക്ക് കപ്പ നടാം. ഓ, എന്തോ തിന്നുന്നേ? മൾബറിക്ക. ഹായ്, വേണോ ചോദിച്ചേ? നല്ല വേറെ വേണോ? ഇവർക്കോ? എന്നാ ഒരെണ്ണം കൊടുത്തേ. ഗെയ്സ്, നിങ്ങൾക്ക് മൾബറി വേണോ എന്ന് കണ്ണൻ ചോദിക്കുന്നു. അവനിങ്ങനത്തെ പച്ചയാ ഇഷ്ടം. കൈ നൂർത്ത് കാണിച്ചേ. ആ വേണ്ട, ഇങ്ങനെ തരാനേ അവനറിയാവും. താങ്ക് യു. ഹായ്, കണ്ണന് നിറച്ച് കിട്ടിയല്ലോ. കറുത്തുണ്ട്, ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട്, എല്ലാ കളറും ഉണ്ട്. കഴിച്ചോ. എൻ്റെ അടുക്കളയോട് ചേർന്നുള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ അവിടെ ഇപ്പോൾ വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം വെറുതെ പോകുന്നു. അതുപോലെ എനിക്ക് അടുക്കളയിലുള്ള വെള്ളമൊക്കെ വെറുതെ എടുത്ത് മുറ്റത്തോട്ടൊഴിക്കുമ്പം എനിക്കിങ്ങനെ രാവിലെ തോന്നി ഇവിടെ ഇങ്ങനെ കപ്പ നടാമെന്ന്. അങ്ങനെ അമ്മയും ഞാനും കൂടെ കപ്പ നടാനായിട്ട് ഇറങ്ങിയത്. കണ്ടോ, അവിടെ എല്ലാം വൃത്തിയാക്കി ഞാനും അമ്മയും കൂടെ. അമ്മയുടെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ അമ്മയ്ക്ക് അങ്ങ് വൃത്തിയാക്കണം. അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. പിന്നെ ഞാനിവിടെ സഹായിച്ച് കുറച്ച് തടമൊക്കെ എടുത്ത് 20 മൂട് കപ്പ നട്ടു. ആദ്യം 15 നട്ടു. അപ്പോൾ അമ്മയ്ക്ക് തൃപ്തിയായില്ല. പിന്നെ ഇങ്ങനെ ചിലയിടത്ത് ഇങ്ങനെ നടും കേട്ടോ കപ്പ, ചിലയിടത്ത് കൂന കൂട്ടി നടും. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ തടം എടുത്തിട്ട് അതിനകത്തോട്ട് കപ്പ നട്ട് കൊടുക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല വേനൽക്കാലം അല്ലേ, ഇപ്പം മണ്ണൊക്കെ നല്ല തറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് തടമെടുത്തത്. അത് കഴിഞ്ഞ് തടത്തിനകത്ത് പിന്നെയും വെള്ളം ഒഴിച്ചു. കാരണം പിന്നെയും നമുക്ക് കുറച്ചുകൂടെ കുഴിക്കണമെങ്കിൽ നല്ല പാടായിരുന്നു. അങ്ങനെ അമ്മയും ഞാനും കൂടെ 20 മൂട് കപ്പ നട്ടു. ഇനി അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ, നമ്മുടെ കണ്ണൻ്റെയും രാജയുടെയും സ്ഥലമാണേ. അങ്ങനെ ഞങ്ങളവിടെ കപ്പ നട്ടു. അപ്പോൾ വെറുതെ സ്ഥലം കളയുന്നു, വെറുതെ നമ്മുടെ സമയം പോകുന്നു. പിന്നെ നമുക്ക് വെള്ളം ഉപയോഗിക്കാം. 1 2 3 4 5 6 7 8
15 എത്ര കമ്പുണ്ട് നോക്കട്ടെ. നമുക്ക് ഓരോ കമ്പായിട്ട് കൊണ്ട് ഓരോ കുഴിയിലും ഇട്ട് കൊടുക്കാം. സ്ഥലം അത്രയും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യുമല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിയുമ്പം പിന്നെ അതിൻ്റെ ഇടയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിടും. അപ്പോൾ അത്രയും ഭാഗം അടുക്കള വാതിലിൻ്റെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. കണ്ടോ, വട്ടത്തിൽ തടവെടുത്തിട്ട് കമ്പിൻ്റെ തലഭാഗം എന്ന് പറയും, അതിൻ്റെ മുട്ടുള്ള വശം മേളിലോട്ട് വരുന്ന പോലെ നോക്കി നടണം. ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ മുത്തശ്ശനൊക്കെ ഇതുപോലെ പറമ്പൊക്കെ കിളച്ച് കപ്പയൊക്കെ നടുമായിരുന്നു. അപ്പം ഞങ്ങളും കൂടെ ചെല്ലും, സഹായിക്കും. അങ്ങനെയൊക്കെ നമുക്ക് നേരത്തെയൊക്കെ ശീലമുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ അമ്മയുണ്ട് അവിടെ കിടന്ന് ഒരു ചെരുപ്പെടുത്ത് വട്ടത്തിലാക്കി ഒരാളിരുന്ന് കഴിക്കുന്നത്. എന്തോ പാത്രത്തോടെ ഈ ക്ഷേത്രപാലകനാണ് നോക്കിയിരിക്കുക. നട്ടു. മുത്തശ്ശിയുടെ തടവെടുക്കുന്ന മിഷ്യൻ കണ്ടോ കണ്ണാ? എന്താ മുത്തശ്ശി ഭയങ്കര സെറ്റപ്പാണ്. 12 കൊല്ലം കൊണ്ട് കിടന്ന് നിന്നെ ചെരുപ്പം ഭൂമി തുഴിച്ചപ്പോൾ കിട്ടിയതാ നിധി. കപ്പ നട്ട അപ്പ കിളിക്കും. ഒടിച്ചും കഴിഞ്ഞു കണ്ടോ. അത് ഒടിച്ചു കളയണ്ടേ? അതോ ഇരിക്കട്ടെന്നോ? പെട്ടെന്ന് കപ്പ ഉണ്ടായാലോ. ആ കപ്പ മിടുക്കൻ. എന്തോ കണ്ണാ നടന്നേ മുത്തശ്ശി? ഇറക്കിയിട്ട് പറഞ്ഞ മതി. എന്തോ അവൻ പറയുമ്പോ നമ്മള് കേക്കത്തില്ല. അവൻ കപ്പ എന്ന് പറയും. ഇതെന്തോ ഈ കമ്പ്? എന്തോ കമ്പാ? ഇതെന്തോ കമ്പാ? മുത്തശ്ശി പറ ഇതെന്തോ നടന്നേന്ന് പറ എന്നിട്ട് വിടാം. എത്ര പ്രാവശ്യം പറയണം ഞാൻ? ഇല്ലയോ ഇനി പറയല്ലേ, ഇനി ചോദിക്കല്ലേ. ഇതാ ഞാൻ ഒന്നും പറയാത്ത ഇല്ലയോ കണ്ണ? ആ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയാ പിന്നെ അതെന്തോ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. പപ്പ പപ്പ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കപ്പ. അതുകൊണ്ടാണ് കണ്ണൻ കപ്പ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. കണ്ണ വീണ്ടും നടാൻ പറഞ്ഞേ മുത്തശ്ശിയോടെ. കപ്പ നടുന്ന കണ്ടോണ്ടിരിക്കുന്നവർക്ക് കപ്പയില്ല. ഞാൻ ഇന്ന് രാവിലെ അടുക്കള ഇന്നിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ ഇവിടോട്ട് കപ്പ നടണമെന്നേ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴേ എന്നുവെച്ചാലേ എനിക്ക് ബാക്കിയുള്ള വെള്ളമൊക്കെ ഒഴിക്കാമല്ലോ. അരി കഴുകുന്ന വെള്ളവും പച്ചക്കറി കഴുകുന്ന വെള്ളവും പാത്രം കഴുകുന്ന വെള്ളവും ഒക്കെ. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഇവിടെ കപ്പ നടണമെന്ന്. വൈകിട്ടത്തേക്ക് ഞാനും അമ്മയും കൂടെ നട്ടു. അതെ നിങ്ങൾ നേരിട്ട് കാണണ്ട, യൂട്യൂബിലിട്ടിട്ട് കണ്ടാൽ മതി. കപ്പ നടുന്ന കാണാനുള്ള വ്യൂവേഴ്സിനെ കണ്ടോ. ആ എന്നിട്ട് വീഡിയോ വരുമ്പം അപ്ലോഡ് ആക്കി കഴിയുമ്പോൾ പറയാനില്ലേ ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടായിരുന്നു, ഇനി വീഡിയോയിൽ കാണണ്ടാന്ന്. അത് പറ്റത്തില്ല കേട്ടോ. എത്ര പേരാ കാണാനെന്ന് നോക്കിയേ. ഉണ്ടോ? ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു വൈകിട്ടത്തേക്ക് അത് സാധിച്ചെടുത്തു. ഇവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കപ്പനടിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. 20 മൂട് കപ്പയും നട്ടു. അതിനാവശ്യമുള്ള വെള്ളമെല്ലാം ഒഴിച്ചു. കപ്പ അടിയിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കപ്പ പപ്പടം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും കപ്പ പപ്പടവും പുഴുക്കും കപ്പ അല്ലാതെ വേവിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എത്ര എന്ന് പറഞ്ഞ് മേടിക്കും. അപ്പം നമുക്ക് സ്ഥലവും കിടക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇതുപോലെ ഓരോന്നൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ മൂടോ 2 മൂടോ ഒക്കെ വെച്ച് പറിച്ചെടുക്കാം. പിന്നെ ഒരു പ്രധാന പ്രശ്നം, അമ്മ അതും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നട്ടിട്ട് ഈ എലി കൊണ്ടുപോകും. അപ്പോൾ ഈ കപ്പ എലി കൊണ്ടുപോകാതിരിക്കാൻ എന്തെങ്കിലും പ്രതിവിധി ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് അത് ചെയ്യാമല്ലോ. എങ്ങനെയാണ് ഇവിടെയൊക്കെ നല്ലപോലെ കപ്പ ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഉണ്ടല്ലോ ആയി വരുമ്പോഴത്തേക്ക് അതെല്ലാം എലി കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഒരുപാട് പടിഞ്ഞാറ് വശത്തൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷേ അതെല്ലാം എലി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിവിധി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണേ. ഇന്നത്തെ പണി കഴിഞ്ഞു. മുത്തശ്ശി അണ്ടറ കൈയും കാലുമൊക്കെ കഴുകുന്നു. ഉണ്ട് അടുത്ത കർഷകൻ. നീ കൊണ്ടിട്ട കപ്പയെല്ലാം മുത്തശ്ശി നട്ട് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു മുത്തശ്ശിയുടെ. ഉണ്ട് മുത്തശ്ശിയുടെയും കൊച്ചുമോൻ്റെയും പണി കഴിഞ്ഞു. ബാങ്ങിയും ഉണ്ടോ? പല്ലിച്ചൂലിങ്ങും ഉണ്ടോ? ടാറ്റ ബൈ ബൈ പറ അണ്ണാ. ഇവർക്ക് ടാറ്റ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറ ടാറ്റ.
ഇങ്ങോട്ട് നോക്കി പറ ടാറ്റാന്ന്. നോക്ക് ടാറ്റാന്ന് പറ, ടാറ്റാന്ന് പറ. അതൊക്കെ വലിക്കാം. കണ്ണനോട് നമ്മളെന്തേലും പറയാൻ പറഞ്ഞാൽ കണ്ണന് ഭയങ്കര ജാടയോ. എന്നാലേ ഞാൻ വലിക്കാൻ സമ്മതിക്കത്തുള്ളൂ. ടാറ്റ പറ. ടാറ്റാന്ന് പറയണം. ആ പാവം നമ്മുടെ കൊച്ചു കപ്പ നടുന്നത് കണ്ട് ക്ഷീണിച്ചു പോയി കേട്ടോ. അങ്ങനെ കണ്ട് വന്ന് ബിന്ദുപേരമ്മയുടെ അവിടെ നിന്ന് ഇല്ല പണിക്കാരൊക്കെ വന്ന് വെള്ളം ചോദിച്ച് മേടിക്കത്തില്ലേ, അതേപോലെ വന്ന് വെള്ളമൊക്കെ ചോദിച്ച് മേടിച്ച് കുടിക്കുമായിരുന്നു അവൻ കണ്ടോ. അങ്ങനെ നമ്മുടെ കണ്ണൻകുട്ടനെ കൊണ്ടുവന്നിടിച്ച കപ്പയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു. അപ്പോൾ അവനിതൊക്കെ കണ്ടു പഠിക്കുന്നതുകൊണ്ട് അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുത്തശ്ശിയുടെ കൂടെ നടന്നിങ്ങനെ ഓരോന്ന് ചെയ്യാനും ഒക്കെ അവനും ഭയങ്കര ഇഷ്ടമാണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണൻകുട്ടന് കുറേ ദിവസത്തെ മുത്തശ്ശിയോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ കുറച്ച് എന്താ പറയുന്നത് വൈകുന്നേരവും നമ്മുടെ കപ്പനടിയിലും ഒക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.